Good morning to all. In the previous class, we learned about project identification and the sources of project idea. Today, I am going to teach with the screening of project idea and project selection. What is meant by screening of project idea? Screening of project idea is the process of evaluating the project idea with the view to select the best and promising idea after eliminating the unprofitable idea is called screening of project idea. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷനും അതിൻ്റെ പ്രൊജക്റ്റ് ഐഡിയകളുടെ സോഴ്സസും പഠിച്ചിരുന്നു. പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരു ഓൺട്രപ്രനറിന് അയാളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊജക്റ്റുകൾ, അതിൻ്റെ ഐഡിയകൾ കിട്ടുന്ന ഡിഫറെൻറ്റ് സോഴ്സസ് നമ്മൾ പഠിച്ചിരുന്നു. അതായത് 14 പോയിൻറ്റ്സ് അതിലുണ്ടായിരുന്നു. അവർ ഓൺ നീഡ്സ്, മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, സക്സസ് സ്റ്റോറീസ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്, പ്രൊജക്റ്റ് പ്രൊഫൈൽ, ഇങ്ങനെ ഡിഫറെൻറ്റ് സോഴ്സിൽ കൂടെ ഒരു ഓൺട്രപ്രനറിന് അയാൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഐഡിയകൾ അയാൾ കളക്ട് ചെയ്യും. The need for screening of the idea arises because of all the ideas generate may not be profitable. Some of these are bad or unprofitable. They are to be dropped or eliminated. അതായത് ഈ ഡിഫറെൻറ്റ് സോഴ്സിൽ കൂടെ നമുക്ക് ഐഡിയകൾ കിട്ടും. ഈ ഐഡിയകൾ എല്ലാം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പം നമ്മൾ സ്ക്രീനിങ് നടത്തുന്നത് ഇവാലുവേഷൻ ചെയ്യണം. ഈ ഓരോ ഐഡിയകളെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലത് പ്രോഫിറ്റബിളായിട്ട് തോന്നും, ചിലത് നോൺ പ്രോഫിറ്റബിളായിട്ട് തോന്നും. ഈ പ്രോഫിറ്റബിളായിട്ട് തോന്നുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഇങ്ങനെ പ്രൊജക്റ്റ് ഐഡിയകളെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ പ്രൊജക്റ്റ് ഐഡിയ. നമ്മൾ പറഞ്ഞില്ലേ, സോഴ്സസ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയയിൽ നമ്മൾ പ്രൊജക്റ്റ് ഐഡിയകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പ്രൊജക്റ്റ് ഐഡിയകളെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം വിത്ത് എ വ്യൂ ടു സെലക്ട് ദ ബെസ്റ്റ്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ അതിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്യാൻ. നല്ലത് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. ആഫ്റ്റർ എലിമിനേറ്റിംഗ് ദ അൺപ്രോഫിറ്റബിൾ ഐഡിയ, പ്രോഫിറ്റബിളിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും അൺപ്രോഫിറ്റബിളിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്യണം. ദിസ് ഈസ് ഡൺ ഓൺലി ആഫ്റ്റർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഈ എലിമിനേഷൻ, അതുപോലെ ആക്സെപ്റ്റൻസിനും എലിമിനേഷനും ചെയ്യുന്നതിന് 8 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്, 8 ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്ന് ഡിസിഷൻ എടുക്കുള്ളൂ. ഫസ്റ്റ് പോയിൻറ്റ്, കോമ്പറ്റബിലിറ്റി വിത്ത് ദ ഓൺട്രപ്രനർ. കോമ്പറ്റബിലിറ്റി വിത്ത് ഓൺട്രപ്രനറിൽ ദിസ് ഐഡിയ മസ്റ്റ് സ്യൂട്ട് ദ ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ദി ഓൺട്രപ്രനർ. അതായത് ഒരു ഓൺട്രപ്രനറിൻ്റെ സ്കില്ല്, എബിലിറ്റി, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം ഈ പ്രൊജക്റ്റ് ഐഡിയ. ദ ഐഡിയ മസ്റ്റ് സ്യൂട്ട് ദ ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ദി ഓൺട്രപ്രനർ. ഇറ്റ് മസ്റ്റ് ബി ആക്സെപ്റ്റബിൾ ടു ഹിം. അതായത് ഒരു ഓൺട്രപ്രനറിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആയിരിക്കണം അയാൾ സെലക്ട് ചെയ്യേണ്ടത്. അയാളുടെ സ്കില്ല് നോക്കി, എബിലിറ്റി നോക്കി, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്റ്റ് ഐഡിയകളായിരിക്കണം അയാൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് പറയുന്നത് കോമ്പറ്റബിലിറ്റി വിത്ത് ദ ഓൺട്രപ്രനർ. ഒരു ഓൺട്രപ്രനറിൻ്റെ സ്കില്ല്, എബിലിറ്റി, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊജക്റ്റ് ഐഡിയകളായിരിക്കണം അയാൾ സെലക്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിൻറ്റ്, കൺസിസ്റ്റൻസി വിത്ത് ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് പ്രയോറിറ്റീസ്. കൺസിസ്റ്റൻസി വിത്ത് ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് പ്രയോറിറ്റീസ്. Before selecting the project, the entrepreneur must take into account government policy regarding investment and reservation of certain items for small-scale unit. The project should not violate government regulation and control. It must be consistent with the national goals. നമ്മൾ ഏത് പ്രൊജക്റ്റ് ഐഡിയയും സെലക്ട് ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും കീപ്പ് ചെയ്യുന്ന ഐഡിയാസുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ വയലേറ്റ് ചെയ്യുന്നത്, അതായത് ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും വയലേറ്റ് ചെയ്യുന്ന തരം
പ്രൊജക്റ്റ് ഐഡിയാസ് നമ്മൾ സെലക്ട് ചെയ്യരുത്. അതാണ് പറയുന്നത് കൺസിസ്റ്റൻസി വിത്ത് ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് പ്രയോറിറ്റീസ്. ദ പ്രൊജക്റ്റ് ഷുഡ് നോട്ട് വയലേറ്റ് ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ. ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസും കൺട്രോളും വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്റ്റ് ഐഡിയാസ് നമ്മൾ സെലക്ട് ചെയ്യരുത്. തേർഡ് പോയിൻറ്റ്, അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ്. അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ, ലേബർ, ക്യാപിറ്റൽ ആൻഡ് പവർ, അതൊക്കെയാണ് നമ്മൾ ഇൻപുട്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ഇൻപുട്സ്, ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഇൻപുട്സ്. ഇപ്പം മെറ്റീരിയൽ അഡ്യൂക്കേറ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഐഡിയ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് സെലക്ട് ചെയ്ത ഐഡിയയ്ക്ക് പറ്റിയിട്ടുള്ള ഇൻപുട്സ് അവൈലബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. If the raw material are scarce, there will be interruption in the production. If the raw material has to be imported, ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു വയ്ക്കുക റോ മെറ്റീരിയൽ, അപ്പോൾ അതിന് വല്ല ലീഗൽ ഫോർമാലിറ്റീസിൽ വല്ല പ്രോബ്ലം ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ലേബേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടോ, ഇങ്ങനത്തെ ഇൻപുട്സുകളെല്ലാം അവൈലബിൾ ആണോ എന്ന് ഓൺടർപ്രനർ ചെക്ക് ചെയ്യണം. അതാണ് അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സിൽ പറയുന്നത്. ഇൻ സെലക്ടിങ് ദ പ്രൊജക്റ്റ് ഇറ്റ് ഈസ് നെസസറി ടു കൺസിഡർ ദ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് ലൈക്ക് റോ മെറ്റീരിയൽ, ലേബർ, ക്യാപിറ്റൽ, പവർ എക്സെട്ര. Next, fourth point, marketing facilities. Another important factor to be taken into consideration is the marketing facilities available. The size of the present market must offer the prospect of adequate sales volume. ഇപ്പം നമ്മളൊരു മാർക്കറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ അസസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് കൺസംഷൻ ട്രെൻഡ്സ്, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതുപോലെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ അസസ് ചെയ്യണം. നെക്സ്റ്റ്, പ്രോഫിറ്റബിലിറ്റി. നമ്മൾ പ്രൊജക്റ്റ് ഐഡിയകൾ പറഞ്ഞു ഒരുപാട് പ്രൊജക്റ്റ് ഐഡിയകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ പ്രൊജക്റ്റ് ഐഡിയകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ഐഡിയകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റബിൾ അല്ലാത്തത്, അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ദ നീഡ് ഫോർ സ്ക്രീനിങ് ഓഫ് ഐഡിയ അറൈസസ് ബിക്കോസ് ഓഫ് ഓൾ ദ ഐഡിയാസ് ജനറേറ്റഡ് മെ നോട്ട് ബി പ്രോഫിറ്റബിൾ. എല്ലാം പ്രോഫിറ്റബിൾ അല്ല, നമുക്ക് ചിലത് എന്തുണ്ടാക്കും, ലോസ്. അപ്പോൾ ലോസ് ഉണ്ടാക്കുന്നത് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ്. ദ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് ഷുഡ് ബി റീസണബിൾ. നമുക്കറിയാമല്ലോ കോസ്റ്റ്, ചിലവ്. ഒരു പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിന് വേണ്ടി വരുന്ന ചിലവ് റീസണബിൾ ആയിരിക്കണം. നമ്മൾ ഈ കോസ്റ്റിന് വേണ്ടി നമ്മൾ നടത്തുന്ന സ്റ്റഡികളാണ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ലേബേഴ്സിൻ്റെ കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, സർവീസ് കോസ്റ്റ്, ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എക്സെട്ര. അതായത് ഈ കോസ്റ്റുകളെല്ലാം അവർ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് റീസണബിൾ ആയിട്ടുള്ള ഐഡിയകളാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ കോസ്റ്റിൽ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ലേബറിൻ്റെ കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഇങ്ങനെ ഓരോ കോസ്റ്റുകളെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അത് റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റുകളാണോ എന്ന്. അങ്ങനെ റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റുകളാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിനെ റിജക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, ലെവൽ ഓഫ് റിസ്ക്. നമുക്കറിയാം ഒരു ഓൺടർപ്രനർഷിപ്പിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നത് റിസ്ക്കാണ്. റിസ്ക് ബിയർ ചെയ്യാണ്ട് ഒരു ഓൺടർപ്രനറിന് എന്ത് കിട്ടില്ല, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിസ്ക് ഫാക്ടർ ഓൺടർപ്രനർഷിപ്പിൽ എന്തായാലും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എവറി പ്രോജക്റ്റ് ഈസ് സബ്ജക്റ്റ് ടു റിസ്ക് സച്ച് എസ് ചേഞ്ച് ഇൻ ഡിമാൻഡ്, ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്, എമർജൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, കോമ്പറ്റീഷൻ, സൈക്കിൾ ആൻഡ് സെക്ഷണൽ വേരിയേഷൻ എക്സെട്ര. നമുക്കറിയാം ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അൺസർട്ടൺ ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫ്യൂച്ചർ അൺസർട്ടൺ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള
പലതരത്തിലുള്ള റിസ്കുകളും അതിൽ ഇൻവോൾവ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡിൽ ചേഞ്ച് വരാം. അതുപോലെ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്, ടെക്നോളജിയിൽ ഡെവലപ്മെൻറ്റ് വരാം. അതുപോലെ എമർജൻസി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് വേറെ ഉണ്ടാകാം. ഇങ്ങനെ പലതരത്തിലുള്ള റിസ്കുകളും നമ്മുടെ ഓൺട്രപ്രണർഷിപ്പിലുണ്ട്. ഈ റിസ്കുകൾ ഇവാലുവേറ്റ് ചെയ്യുക. ദീസ് റിസ്ക് ഹാസ് ടു ബി അസസ്ഡ് ബിഫോർ സെലക്ടിങ് ദ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ആ റിസ്കുകളെ എന്ത് ചെയ്യണം? റിസ്കുകളെ ഇവാലുവേറ്റ് ചെയ്യണം. 8 other factors. Other criteria used in selecting project idea include payback, expected life, environment impact. ഈ മൂന്ന് കാര്യങ്ങളാണ് അതർ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ payback, സെക്കൻഡ് എക്സ്പെക്റ്റഡ് ലൈഫ്, തേർഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എക്സെട്ര. അപ്പം സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള പ്രൊജക്റ്റ് ഐഡിയകളും പ്രൊജക്റ്റ് ഐഡിയകളുടെ പല സോഴ്സുകളുണ്ട്. ഈ സോഴ്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത പ്രൊജക്റ്റ് ഐഡിയകളിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഇവാലുവേഷനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. സ്ക്രീനിങ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 8 ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് വൺ കോമ്പറ്റബിലിറ്റി വിത്ത് ദ ഓൺട്രപ്രനർ, സെക്കൻഡ് കൺസിസ്റ്റൻസി വിത്ത് ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് പ്രയോറിറ്റി, തേർഡ് അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ്, ഫോർത്ത് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, ഫിഫ്ത്ത് പ്രോഫിറ്റബിലിറ്റി, സിക്സ്ത് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ്, 7 ലെവൽ ഓഫ് റിസ്ക്, 8 other factors. നെക്സ്റ്റ് വി മൂവ് ടു ദി സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പഠിച്ചത് പ്രൊജക്റ്റ് ഐഡിയകളുടെ സോഴ്സസ് ആണ്. ആ സോഴ്സസിന് നമ്മൾ സെലക്ട് ചെയ്തതിന് എന്ത് ചെയ്തു? സ്ക്രീൻ ചെയ്തു, അതായത് ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ആ പ്രൊജക്റ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നിയ പ്രൊജക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റ് ഈസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഡിസിഷൻ ടു മേക്ക്. After gathering large number of project profiles, the entrepreneur should consider the following criteria for selecting a particular project. സെലക്ട് ചെയ്യാന്ന് പറയുന്നത്, ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഡിസിഷനാണ്. കാരണം ഓൺട്രപ്രണർഷിപ്പിൻ്റെ സക്സസിൻ്റെയും ഫെയിലിയറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഡിസിഷനാണ്. കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്താൽ അയാൾ ഓൺട്രപ്രണർ സക്സസ്ഫുൾ ആവും. ഡിസിഷനിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അയാൾ ഫെയിലിയർ ആവും. അതുകൊണ്ട് തന്നെ ഇതിനെ ക്രിട്ടിക്കൽ ഡിസിഷൻ എന്നാണ് പറയുന്നത് സെലക്ഷന്. ഓക്കെ, അപ്പോൾ ഫോളോയിങ് ഫാക്ടേഴ്സ് പറയുന്നതിൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്കൻഡ് ലൊക്കേഷൻ, തേർഡ് ടെക്നിക്കൽ നോളേജ്, ഫോർത്ത് പ്രോഫിറ്റബിലിറ്റി, ഫിഫ്ത്ത് റിസ്ക്, സിക്സ്ത് അവൈലബിലിറ്റി ഓഫ് മാർക്കറ്റ്, സെവൻത്ത് കോമ്പറ്റീഷൻ, എയ്ത്ത് ഗവൺമെൻറ് പോളിസി. These are the criteria for selecting a particular project. The entrepreneur should evaluate his position, to what extent he is ready to invest in the project, as well as to maintain liquidity of the business. Then he can select a particular project. അതായത് ഒരു ഓൺട്രപ്രണർ എന്തൊക്കെ ക്രൈറ്റീരിയകൾ നോക്കിയിട്ടാണ് ഒരു പ്രൊജക്റ്റിനെ സെലക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു ഓൺട്രപ്രണറിൻ്റെ കയ്യിൽ എത്ര എമൗണ്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നോക്കുന്നത്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി, ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട് അയാളുടെ കയ്യിലുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ആ പർട്ടിക്കുലർ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓൺട്രപ്രണർ ഷുഡ് എൻഷുർ ഹിസ് പൊസിഷൻ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഹി ഈസ് റെഡി ടു ഇൻവെസ്റ്റ് ഇൻ ദ പ്രൊജക്റ്റ്. എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അയാളുടെ കയ്യിലുണ്ട്, അതുപോലെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അയാളുടെ കയ്യിലുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് അയാൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക. സെക്കൻഡ് ലൊക്കേഷൻ. Location of the project is the important factor. There are certain projects which can be started only in free trade zone and export promotion zones, etc. Government also provide some type of incentives or subsidy ടു ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ആ ഏരിയകളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം. അതായത് ഗവൺമെൻറ്റിൻ്റെ കൺസെഷനും സബ്സിഡിയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഫ്രീ സോൺസും
ഫ്രീ ട്രേഡ് സോൺസും അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ സോൺസിലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം നമുക്ക് ആ പർട്ടിക്കുലർ ഏരിയയിൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലൊക്കേഷന് ഡിപ്പെൻഡ് ചെയ്താണ് ഓണ്ടർപ്രണർഷിപ്പിൻ്റെ സക്സസ്. അപ്പോൾ അത് സബ്സിഡറി കിട്ടുന്ന ഏരിയയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, എവിടെയാണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, ഇങ്ങനത്തെ ലൊക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പോയിന്റിൽ നോക്കുന്നത്. നെക്സ്റ്റ് തേർഡ് ടെക്നോളജിക്കൽ നോളേജ്. ടെക്നോളജിക്കൽ നോളേജ് എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് ടെക്നോളജിക്കൽ നോളേജ് ഓഫ് ദി ഓണ്ടർപ്രണർ ഹെൽപ്പ് ഹിം ഇൻ സെലക്ടിങ് എ പ്രോജക്റ്റ്. അതായത് ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് അയാളുടെ ടെക്നിക്കൽ നോളേജും അയാൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടെക്നിക്കൽ നോളേജ് അയാൾക്ക് കിട്ടിയിട്ടുള്ള അയാളെ അക്വയർ ചെയ്തിട്ടുള്ള ടെക്നിക്കൽ നോളേജ് ഉപയോഗിച്ചും അയാൾ സെലക്ട് ചെയ്യും പ്രോജക്റ്റ്. Similarly, if the entrepreneur himself has gained a substantial amount of experience in particular project, then selection of such a project would be helpful to him. അയാൾ ഇതിനു മുമ്പ് ഇതുമാതിരി ഏതെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോളേജും അയാളെ ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സെലക്ഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടെക്നിക്കൽ നോളേജ്. നെക്സ്റ്റ് പ്രോഫിറ്റബിലിറ്റി. അതായത് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ് പ്രോഫിറ്റബിലിറ്റി. നമ്മൾ ഏതൊരു ബിസിനസ്സും നമ്മൾ റിസ്ക് ബിയർ ചെയ്യണതും എന്തിനു വേണ്ടിയാണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട്. അപ്പോൾ പ്രോഫിറ്റബിൾ ആണോ നമ്മുടെ ബിസിനസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റബിൾ ആയിരിക്കുമോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓണ്ടർപ്രണർഷിപ്പ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ, അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ സ്ക്രീനിങ് ഒക്കെ കണ്ടക്ട് ചെയ്തത്. നെക്സ്റ്റ് പോയിന്റ് റിസ്ക്. നമുക്കറിയാം എല്ലാ പ്രോജക്റ്റുകളും ഒരുമാതിരിയല്ല. ചില പ്രോജക്റ്റുകൾക്ക് റിസ്ക് കൂടുതലാണ്, ചില പ്രോജക്റ്റുകൾക്ക് റിസ്ക് കുറവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റ് റിസ്ക് കൂടുതലാണോ കുറവാണോ, ആ റിസ്ക് ഒരു ഓണ്ടർപ്രണർ ബിയർ ചെയ്യാൻ പറ്റണതാണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു പർട്ടിക്കുലർ പ്രോജക്റ്റിനെ സെലക്ട് ചെയ്യാം. സം പ്രോജക്റ്റ് ആർ റിസ്കിയർ ദാൻ അതേഴ്സ്. ദിസ് നീഡ് ടു ബി ടേക്കഡ് ഇൻ ടു അക്കൗണ്ട് ഡ്യൂറിങ് പ്രൊജക്റ്റ് സെലക്ഷൻ. റിസ്കിൻ്റെ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യണം പ്രോജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് മാർക്കറ്റ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ കൊണ്ടുപോയി സെയിൽ നടത്തണം. ഈ സെയിൽ നടത്താനായിട്ടുള്ള മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അവൈലബിലിറ്റിയാണ്. അതായത് നമ്മൾ നോക്കണം എങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റുകൾ, ഹൗ ടു സെൽ ആൻഡ് വെയർ ടു സെൽ, എവിടെ വിൽക്കണം, എങ്ങനെ വിൽക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കണം സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റിൽ. മാർക്കറ്റ് ഓൾസോ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ സെലക്ഷൻ ഓഫ് ദി പ്രോഡക്റ്റ്. എ വൈഡ് മാർക്കറ്റ് ക്രിയേറ്റ്. ഇപ്പം മാർക്കറ്റ് വൈഡ് ആണെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും, റിസ്ക് അപ്പം എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് മാർക്കറ്റ് കൂടുതലാവുമ്പോൾ വൈഡ് മാർക്കറ്റ് ആവുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ റിസ്ക് കുറയും. ഓക്കെ, അപ്പോൾ ഒരു ഓണ്ടർപ്രണർ നോക്കേണ്ട കാര്യം ഹൗ ടു സെൽ, എങ്ങനെ അവരുടെ പ്രൊഡക്റ്റ് വിൽക്കും, വെയർ ടു സെൽ, എവിടെ വിൽക്കും, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവൈലബിലിറ്റി ഓഫ് മാർക്കറ്റിൽ നോക്കുന്നത്. നെക്സ്റ്റ് കോമ്പറ്റീഷൻ. നമുക്കറിയാം ഏതൊരു ഓണ്ടർപ്രണർഷിപ്പിൽ നോക്കിയാലും കോമ്പറ്റീഷൻ, നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. Project performance in the market is also governed by the level of competition available in that particular market. Hence, competition should also be considered while selecting a project. ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യണം, കോമ്പറ്റീഷൻ, മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പറ്റീഷൻ്റെ ലെവൽ എന്തോറുണ്ടെന്നും കൂടിയും നമ്മൾ സെർച്ച് ചെയ്യണം. നെക്സ്റ്റ് 8 പോയിന്റ് ഗവൺമെൻറ് പോളിസി. Project selection process should also be analyzed in terms of government policy and its impact. If the government policy is favorable to particular project, then selection of particular project will prove helpful to the entrepreneur. അതായത് ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പല പ്രോജക്റ്റുകൾക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഇൻസെൻറ്റീവ്സും അതുപോലെ സബ്സിഡറീസും ഗവൺമെൻറ്റിൻ്റെ നിന്ന് കിട്ടും. അപ്പം അങ്ങനെയുള്ള പ്രൊജക്റ്റാണോ നമ്മൾ സെലക്ട് ചെയ്യണേ, അപ്പം അത് യൂസ്ഫുള്ളാണ് ഓണ്ടർപ്രണറിന്.
If the government policy is favorable to particular project, then selection of that particular project will prove helpful to the entrepreneur. ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പുള്ള തരത്തിലുള്ള പ്രൊജക്റ്റുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്പ്ഫുള്ളാണ് ആർക്ക്? ഓൺട്രപ്രനറിന്. അതാണ് 8 പോയിന്റിൽ വരുന്നത്. അപ്പോൾ സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നോക്കണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്കൻഡ് ലൊക്കേഷൻ, തേർഡ് ടെക്നോളജിക്കൽ നോളജ്, ഫോർത്ത് പ്രോഫിറ്റബിലിറ്റി, ഫിഫ്ത്ത് റിസ്ക്, സിക്സ്ത് അവൈലബിലിറ്റി ഓഫ് മാർക്കറ്റ്, സെവൻത്ത് കോമ്പറ്റീഷൻ, എയ്ത്ത് ഗവൺമെൻറ് പോളിസി. നെക്സ്റ്റ് ഇന്നത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ? Second one, what are the various sources of project idea? Third, what are the criteria for selecting a particular project? Okay, thank you.